ഭൂമിയെ ലക്ഷ്യമാക്കി 2029 ഭൂമിയിൽ വന്ന് പതിച്ചേക്കാം എന്ന് കരുതപ്പെടുന്ന അപ്പോഫിസ് എന്ന ആസ്ട്രോയിഡിനെ കുറിച്ച് ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹം എന്താണെന്നും ഈ ഉൽക്കാപതനത്തിനെ ചെറുത്തു നിർത്താൻ നാസ, ISRO പോലുള്ള ബഹിരാകാശ ഏജൻസികൾ എന്തു മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നതും എന്നുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 2004 ജൂണിൽ അരിസോണിയയിലെ കിറ്റ് പീക്ക് നാഷണൽ ഒബ്സർവേറ്ററിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അസ്ട്രോളജർമാരായ റോയ് ടാക്കർ, ഡേവിഡ് തോളൻ, ഫാബ്രിയോ ബെനാർഡി എന്നിവർ 340 മീറ്റർ ഡയമീറ്ററുള്ള ആസ്ട്രോയിഡ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ടെത്തിയ സമയത്ത് 2004 MN4 എന്നായിരുന്നു ഇതിനെ വിളിച്ചിരുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ സ്റ്റാർഗേറ്റ് SG1 എന്ന അന്നത്തെ ഒരു ടെലിവിഷൻ ഷോയിൽ നിന്നുമാണ് അപ്പോഫിസ് എന്ന പേര് കണ്ടെത്തിയത്. അതിൽ ഭൂമിയെ നശിപ്പിക്കാൻ വരുന്ന ഒരു അന്യഗ്രഹ ജീവിയാണ് അപ്പോഫിസ്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ മെഥനോളജിയിൽ ഒരു സർപ്പം പോലുള്ള ഒരു രാക്ഷസ ജീവി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരും അപ്പോഫിസ് എന്ന് തന്നെയാണ്. 2029 ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അപകടകരമായ ആസ്ട്രോയിഡ്സിൽ ഒന്നാണ് അപ്പോഫിസ് എന്നത്. എന്നിരുന്നാലും ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ അപ്പോഫിസിന്റെ ഭ്രമണപഥത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും നാസ ഒസിറിസ് അപ്പെക്സ് എന്ന പേടകം ഇതിനെ ലക്ഷ്യമാക്കി വിക്ഷേപിക്കുകയും ചെയ്തു. അതനുസരിച്ചത് കുറഞ്ഞത് ഒരു നൂറ്റാണ്ടെങ്കിലും നമ്മുടെ ഗ്രഹത്തിന് അപകടമില്ലെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നെങ്കിലും ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. യഥാർത്ഥത്തിൽ ഇത് ഭൂമിയെ ബാധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ വലിയ ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യം വെച്ച് കുതിക്കുകയാണെന്നും മോശം സാഹചര്യം ഉണ്ടാകുമെന്നും ISRO മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനവാഹന കപ്പലായ INS വിക്രമാദിത്യയെക്കാളും അല്ലെങ്കിൽ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കാളും വലുതാണ് അപ്പോഫിസ് എന്ന ഈ ചിഹ്നഗ്രഹം. അപ്പോഫിസ് എന്നത് സൂര്യനെ വലം വയ്ക്കുന്ന ഒരു ആസ്ട്രോയിഡാണ്. 324 ദിവസങ്ങൾ വേണം ഇതിന് ഒരു തവണ സൂര്യനെ മുഴുവനായും ചുറ്റിക്കറങ്ങാൻ. പക്ഷേ കണ്ടെത്തിയ സമയത്ത് ഏകദേശം 17 കോടി കിലോമീറ്റർ അകലെ മാത്രമായിരുന്നു ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ആസ്ട്രോയിഡ് ആയിട്ടും ഇതിനെ വലുതായി പരിഗണിക്കാതെ ഇരുന്നതും. എന്നാൽ തുടർന്നുള്ള പഠനങ്ങളിൽ നിന്നും സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതിനിടയിൽ ഇതിൻ്റെ ഓർബിറ്റ് ഭൂമിയുമായി കൂട്ടിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ 2029 ആകുമ്പോഴേക്കും ഇത് ഭൂമിയിൽ വന്ന് പതിക്കാൻ 3% ചാൻസസ് ഉണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോഫിസിന്റെ സഞ്ചാരത്തെ അല്ലെങ്കിൽ ഭ്രമണപഥത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നത് ആസ്ട്രോനോട്ട്സിന് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. എന്നാൽ 2021 ഇത് ഭൂമിയുടെ ഏകദേശം 1.7 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെ കടന്നു പോകുകയുണ്ടായി. ഇത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇതിന്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സഹായകമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് ഒരു നൂറ്റാണ്ടെങ്കിലും ഇത് ഭൂമിയിൽ വന്ന് പതിക്കില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ സോളാർ സിസ്റ്റത്തിലെ എല്ലാ കറങ്ങുന്ന വസ്തുക്കൾക്കും ഉള്ളതുപോലെ തന്നെ അപ്പോഫിസിന്റെയും യാക്കോവ്സ്കി ഇഫക്റ്റ് എങ്ങനെ ഇതിനെ ബാധിക്കും എന്നത് കണക്കുകൂട്ടാൻ വളരെ പ്രയാസമാണ്. ഈ പ്രതിഭാസത്തെ മുൻനിർത്തി ജ്യോതിശാസ്ത്രജ്ഞർ അപ്പോഫിസ് പോകാൻ സാധ്യതയുള്ള എല്ലാ സഞ്ചാരപാതയും വിലയിരുത്തുകയും അതിൽ ചിലത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ കീഹോളിലൂടെയാണ് പോകുന്നതെന്നും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പഠനങ്ങൾ അനുസരിച്ച് 2024 അല്ലെങ്കിൽ 2068 ആകുമ്പോൾ ഇത് ഭൂമിയിൽ പതിക്കും എന്നാണ് പറയുന്നത്. 2029 ഏപ്രിൽ 13 അപ്പോഫിസ് ഭൂമിയുമായി ഏറ്റവും അടുത്തു വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ISROയുടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ തുടർച്ചയായി ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ISROയുടെ നേത്ര അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് എന്ന പ്രോഗ്രാം വഴിയാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങൾ പോലും അപ്പോഫിസ് വരാൻ സാധ്യതയുള്ള ദൂരത്തേക്കാൾ ഉയർന്ന ഭ്രമണപഥത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്നും അപ്പോഫിസ് കടന്നു പോകുന്നത് എത്രത്തോളം അടുത്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഭൂമിയിൽ നിന്ന് 32,000 കിലോമീറ്റർ ഉയരത്തിൽ ഇത്രയും വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹം ഇതിനു മുൻപ് ഒരിക്കലും ഇത്രയും അടുത്ത് വന്നിട്ടുമില്ല. ഇത്രയും വലിയ ആസ്ട്രോയിഡ് കൊളീഷൻ ആഗോള തടസ്സം ഉണ്ടാക്കുകയും പ്രാദേശിക വംശനാശം ഉൾപ്പെടെയുള്ള വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന കാറ്റസ്ട്രോഫിക് കോൺസിക്വൻസസ് മൂലം പുറന്തള്ളുന്ന അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തെ വലയം ചെയ്യുകയും വ്യാപകമായ ആഗോളാഘാതത്തിന് ഇത് കാരണമാകും. അത്തരം ഉൽക്കാപടലങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതത്തിൻ്റെ ഉചിതമായ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ ക്രേറ്റർ എന്ന തടാകം. ചരിത്രപരമായി ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്രയിലെ ലോണാർ മേഖലയിൽ ഒരു ഉൽക്ക പതിക്കുകയും ഒരു ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗർത്ത തടാകം അവശേഷിപ്പിക്കുകയും ചെയ്തത്. ലോകമെമ്പാടുമുള്ള പ്രധാന ബഹിരാകാശ ഏജൻസികൾ എല്ലാം തന്നെ അപ്പോഫിസിന്റെ സഞ്ചാരപാത മാറ്റിവിടാനുള്ള പ്രയത്നത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നാസയുടെ ബഹിരാകാശ പേടകമായ ഒസിറിസ് റെക്സ് അപ്പോഫിക്സുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നതും.
അതുപോലെ തന്നെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി 2028 റാംസസ് എന്ന പേരിലും ഒരു ദൗത്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. റാംസസ് എന്നാൽ റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്നാണ്. ഭൂമിയുടെ അടുത്തേക്ക് വരുന്ന അപ്പോഫിസിന്റെ സഞ്ചാരപാത മാറ്റാനായി വിവിധ രീതിയിലുള്ള പര്യവേക്ഷണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർട്ട് പോലുള്ള ഒരു ബഹിരാകാശ പേടകം ഉപയോഗിച്ച് അപ്പോഫിസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു ഗ്രാവിറ്റി ട്രാക്ടർ ഉപയോഗിച്ച് അതിനെ മൃദുവായി പുറത്തേക്ക് തള്ളുക, അല്ലെങ്കിൽ ഹൈസ്പീഡ് അയൺ ബീം ഉപയോഗിച്ച് തിരിച്ചുവിടുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഇതൊന്നും പ്രാവർത്തികമായില്ലെങ്കിൽ ഈ ചിഹ്നഗ്രഹത്തെ പൊട്ടിത്തെറിക്കാൻ ആണവ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.